ആലപ്പുഴയുടെ ഭംഗിയാണ് ഈ എപ്പിസോഡിൽ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ പോകുന്നത് കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഹൗസ് ബോട്ട് എക്സ്പ്ലോർ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു യാത്ര കംപ്ലീറ്റ് ആവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ പറ്റുന്നതല്ല നമ്മുടെ ആലപ്പുഴയുടെ ഗ്രാമീണ ഭംഗി. നെൽകൃഷിയും കായലും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് നമ്മുടെ ആലപ്പുഴ. തൃശ്ശൂർ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയിട്ടുള്ളത്. രാവിലെ ഏകദേശം 7 മണിക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഒരു 11:30 മണിയോടെയാണ് ഈ പുന്നമുട ഹൗസ് ബോട്ടിൻ്റെ ഈ സെക്ഷനിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിപ്പോൾ എവിടെയാണെന്നല്ലേ ആർക്കും സംശയം ഉണ്ടാവില്ല, നമ്മുടെ ആലപ്പുഴയിൽ ബോട്ടിങ്ങിന് വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ ബോട്ടിംഗ് യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ബോട്ട് യാത്രയാണ്. അപ്പോൾ അതിലെ വിശേഷങ്ങളും കളിചിരി തമാശകളും എല്ലാം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം. ഹായ് ഫ്രണ്ട്സ്, ശ്രീഭദ്ര വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ബോട്ട് യാത്രയാണ് വേമ്പനാട്ട് കായലിൽ. അപ്പോൾ ബോട്ട് യാത്രയിൽ ഉള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബോട്ട് യാത്രയിലേക്ക് പോവാം. നമ്മുടെ ഈ ബോട്ടിൻ്റെ പേര് ബ്ലൂ ലേക്ക് വ്യൂ എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബോട്ടിലേക്ക് വലതുകാല് വെച്ച് തന്നെ ഒന്ന് അങ്ങോട്ട് കയറാം. വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ റെഡിയാണ് കേട്ടോ. ഇവൾ എനിക്കെന്റെ പ്രിയങ്കരി, നെഞ്ചിൽ ഞാൻ നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരി. അപ്സ്റ്റെയറൊക്കെ ഒന്ന് കയറി നോക്കാം കേട്ടോ. മുകളിൽ എന്താണ് കാണാനുള്ളതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഡൈനിങ് സ്പേസ് അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു കാഴ്ച കാണാം. എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് നമ്മുടെ ഈ ബോട്ടിലുള്ളത്. നല്ലൊരു വാഷിംഗ് സ്പേസ് ഉണ്ട് ഇവിടെ. ബെഡ്റൂമിലൊരു കണ്ണാടി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് 3. ഇനി നമുക്ക് കിച്ചൺ കാണാം. ഇതാണ് കിച്ചൺ ബോട്ടിൽ. ഇവിടെ ആലപ്പുഴ ബോട്ട് യാത്ര ഇപ്പം തുടങ്ങുകയാണ് കേട്ടോ. കൂട്ടുകാരിൽ ഒരാൾ എല്ലാവരും മൊബൈൽ എടുത്തു വയ്ക്കാനുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒറ്റയാളുടെ കയ്യിൽ മൊബൈൽ കണ്ടുപോകരുതെന്ന്. അതെന്തായാലും ഒരു നല്ല കാര്യമല്ലേ. യാത്രയുടെ ആ ഒരു ഫ്ലോ നമുക്ക് ശരിക്കും കിട്ടണമെങ്കിൽ ഈ മൊബൈൽ എന്ന് പറഞ്ഞ സാധനമൊക്കെ എടുത്തു വെച്ചാൽ തന്നെയാണ് ശരിയാവുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മൊബൈൽ എടുത്തു വെച്ചുകൊണ്ട് നമ്മുടെ യാത്ര അടിപൊളിയാക്കാം. അതെ അതെ, ഒരു മിനിറ്റ്. ഈ ഇതിന്റെ വരുമാനം ഉണ്ടല്ലോ, അടുത്ത ട്രിപ്പ് ജയശ്രീമൊക്കെ ആയിരിക്കും പറഞ്ഞിട്ട്. ഒക്കെ നമ്മൾ മാക്സിമം മുട്ടിച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് അടുത്ത ട്രിപ്പ്
ഒക്കെ ആയിരിക്കും. അല്ലേ ജയശ്രീ? എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും കമന്റ് ചെയ്യുക, എന്തെങ്കിലും പണി നോക്കണ സന്തോഷം. പറഞ്ഞോ, അതാണ് വേണ്ടത്. എനിക്ക് നെഗറ്റീവ് കമന്റ്സ് ആണ് വേണ്ടത്. ശരി. കേരളത്തിന്റെ നെല്ലറിയായ കുട്ടനാടിന്റെ ഗ്രാമഭംഗി ആസ്വദിച്ച് അങ്ങനെ നമ്മുടെ ബോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുന്നമട ഭാഗത്ത് നിന്നാണ് നമ്മൾ വിശാലമായ കായലിൻ്റെ ആ ഒരു വിസ്തൃതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. വിശാലമായ കായൽപ്പരപ്പിൽ എണ്ണിയാൽ തീരാത്ത അത്രയും ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ നിരനിരയായി കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാം. സാധാരണ ജനങ്ങളുടെ യാത്രാമാർഗമായ KSRTC ബോട്ട് വന്ന് അടുക്കുന്ന ജെട്ടിയാണ് കാണുന്നത്. ഇവിടുത്തെ ജനങ്ങൾ കൂടുതലുമായും ആശ്രയിക്കുന്ന യാത്രാമാർഗം ഈ ബോട്ട് തന്നെയാണ് കേട്ടോ. കുട്ടനാടിൻ്റെ ഉൾഭാഗങ്ങളിലേക്കുള്ള ഗ്രാമക്കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി നമുക്ക് ചെറിയ വള്ളങ്ങൾ ഇവിടെ നമ്മുടെ ബോട്ടിനരികെ വന്ന് നമ്മളിങ്ങനെ വില പേശി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 100-300 രൂപയ്ക്കൊക്കെ നമുക്ക് ഉള്ളിലേക്കുള്ള വഴികളിലേക്ക് കുറച്ച് സമയമൊക്കെ യാത്ര ചെയ്ത് ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ച് മടങ്ങി വരാം. അതുപോലെ തന്നെ സ്പീഡ് ബോട്ടുകാരൊക്കെ ഇതിൻ്റെ അടുത്ത് ചുറ്റും ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. നമുക്കത് താല്പര്യമുണ്ടെങ്കിൽ അതിലും എക്സ്പീരിയൻസ് ചെയ്യാം. നമുക്ക് ഈ കായലിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അങ്ങേയറ്റം നമുക്ക് നോക്കത്താ ദൂരം വരെ കാണാത്ത ഒരു അവസ്ഥയാണ്. ഇവിടെ ഏകദേശം ഒരു 2000-ഓളം ഹൗസ് ബോട്ടുകൾ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലെ തുളസി തീർത്ഥക്കരയിൽ തപസ്സിരുന്നൊരന്മോ കണ്ണിലണിഞ്ഞവളെ ഉന്മാദത്തേനകൾ ചുണ്ടിലണിഞ്ഞവളെ രാഗം നീയല്ലേ കാലം നീയല്ലേ എന്റെ ആത്മസംഗീതം. നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യയിൽ തന്നെ വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള വേമ്പനാട്ട് കായലാണ്. അതുപോലെ സൗത്ത് ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1ാം സ്ഥാനത്താണ് ഈ വേമ്പനാട്ട് കായലിൻ്റെ സ്ഥാനം. ഈ കായൽ കണ്ണെത്താ ദൂരത്തോളം പരന്നങ്ങനെ കിടക്കുകയാണ്. 2000-ൽ പരം ഹൗസ് ബോട്ടുകൾ ഇവിടെ ടൂറിസ്റ്റുകളെയും കൊണ്ട് യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ. മലമാസം നിറഞ്ഞ പെയ്യും
മോനെ അന്തപ്പാ അപ്പടെ മോനെ അന്തപ്പാ പട്ടികൾക്ക് എന്നോട് വലിയ ഇഷ്ടമാണ്. നിങ്ങളെക്കാളും ബോധം അവനുണ്ട്. എല്ലാവരും വീഡിയോ കാണിച്ച് കൊതിപ്പിക്കാനുള്ളതാ. കരിമീൻ ഫുള്ള് കരിമീനാണ് ഇവിടുത്തെ കരിമീൻ സ്പെഷ്യൽ. ബോട്ടിൽ വന്ന കരിമീനാണ് സ്പെഷ്യൽ. അല്ല ഇതിന്റെ സ്പെഷ്യൽ ഇതാണെന്ന് കരിമീൻ ഇവരുടെ സമാന തരുണൻ അവതരിച്ച മുരുകൻ
സൂര്യൻ അസ്തമയത്തിന് തയ്യാറെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. നിർഭാഗ്യവശാൽ നമുക്ക് ആ കാഴ്ച കാണാനായിട്ട് ഇവിടെ സാധിക്കില്ല. കാരണം നമ്മുടെ ബോട്ട് ടൈമിങ് 5 മണി വരെയാണ്. അപ്പോൾ ആ ടൈം നമ്മുടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യാത്രയും അവിടെ അവസാനിക്കും. ആയിരം കണ്ണുമാത്തിരുന്നതിനെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നൊരു പൈകിളി മലത്തെങ്കിലേ പൈകിളി മലത്തെങ്കിലേ. ഇനി നമ്മൾ ഈ ഹൗസ് ബോട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഞാൻ പറയാം. അതിനു മുമ്പായിട്ട് ആദ്യമായി ഇവിടെ ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടമായാൽ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനും ബെല്ലടിക്കാനും മറക്കരുത് കേട്ടോ. കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് ഹൗസ് ബോട്ട് യാത്ര ഉണ്ടെങ്കിലും ഏറ്റവും മനോഹരമായ ഒരു യാത്ര നമുക്ക് കാണാൻ സാധിക്കുക ഈ ആലപ്പുഴയിലാണ്. ഡേ ക്രൂയിസ്, ഓവർനൈറ്റ് ക്രൂയിസ്, പിന്നെ സർക്കാരിൻ്റെ ബോട്ട് യാത്ര എന്നിങ്ങനെ പല തരത്തിലുള്ള ബോട്ട് യാത്ര ഇവിടെ നമുക്ക് ലഭ്യം. ഡേ ക്രൂയിസ് ആണെങ്കിൽ രാവിലെ 11 മണിക്ക് ചെക്ക് ഇൻ ചെയ്ത് 5 മണിക്ക് ചെക്ക് ഔട്ട്. അതാണ് അതിൻ്റെ ടൈമിംഗ് വരുന്നത്. ഈ പാക്കേജിൽ നമുക്ക് വരുന്നത് വെൽക്കം ഡ്രിങ്ക്, ഉച്ചക്കലത്തെ ലഞ്ച്, വൈകുന്നേരത്തെ ടീ, സ്നാക്സ്, ഇതൊക്കെയാണ് ഈ പാക്കേജിൽ വരുന്നത്. ഓവർനൈറ്റ് സ്റ്റേ ആണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ രാവിലെ 11 മണിക്ക് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് അന്നത്തെ ഫുഡും കാര്യങ്ങളും എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് ചെക്ക് ഔട്ട്. ഈ ഹൗസ് ബോട്ടുകളുടെ റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നന്നായി ചോദിച്ചിട്ട് വേണം എപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കാൻ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല സീസണിലും പല റേറ്റാണ്. അതുപോലെ പല സൗകര്യങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ റേറ്റ് വളരെ വ്യത്യാസങ്ങൾ കാണും. ആലപ്പുഴയിലും പള്ളാത്തുരുത്തിയിലും പുന്നമടയിലുമാണ് ഹൗസ് ബോട്ട് ടെർമിനൽസ് ഉള്ളത്. ഇനി ഒരു ഹൗസ് ബോട്ട് യാത്ര നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഓണറായിട്ട് നമുക്ക് നേരിട്ട് പരിചയമുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഒരുപാട് ട്രാവൽ ഏജൻറ്റ്സ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. നമ്മൾ ഈ ബുക്ക് ചെയ്യുന്ന ബോട്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ്. അതായത് എത്ര ബെഡ്റൂം ഉള്ളതാണ്, അതുപോലെ തന്നെ എത്ര ആൾക്കാരെ കൊള്ളുന്നതാണ്, അല്ലെങ്കിൽ കോൺഫറൻസ് ഒക്കെ ആണെങ്കിൽ എത്ര ആൾക്കാർക്ക് അതിൽ പങ്കെടുക്കാം എന്നതിനൊക്കെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ ഈ ഹൗസ് ബോട്ടിൻ്റെ റേറ്റ് നിശ്ചയിക്കുന്നത്. അപ്പോൾ വളരെ കുറഞ്ഞ ചിലവിൽ ഈ ഹൗസ് ബോട്ട് ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ കോൺടാക്റ്റ് ചെയ്യേണ്ട ആൾക്കാരുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഒമ്പത് ഒരു മോഡക്റ്റ് കഴിച്ചു. മനക്കല്ലേ കൊള്ളത്തില് തിരുമേത്ത് കിടക്കാണ്, തുറപ്പം ചത്ത് കിടക്കണം. അത് അവൻ പറയും. അല്ലെങ്കിൽ നിന്നോട് അതിനോട് സത്യം തന്നെ പറയണം. എന്ത് പറയാൻ മനക്കല്ലേ കൊള്ളത്തില് തിരുമേത്ത് കിടക്കണം. ആ ചാടി ചത്ത് കിടക്കണ്, അത് എടുത്തിട്ട് കുളിക്കണോ പുണ്യാകം തെളിക്കണോ പറയൂ തിരുമേനി. ഇത് പോയിട്ട് മലക്കിന്ന് പറയുന്നതാണ് വൃത്തി. മനക്കല്ലേ കൊള്ളത്തില് ഒരു തിരുമേനി ചത്ത് കിടക്കണ്, അത് എടുത്തിട്ട് കുളിക്കണോ പുണ്യാകം തെളിക്കണോ പറയൂ തോരപ്പ. നിങ്ങളൊരു ഹൗസ് ബോട്ട് യാത്ര ആഗ്രഹിക്കുന്നുണ്ടോ? ഒട്ടും സംശയിക്കേണ്ട. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെടുത്ത് വിളിക്കുക, അവരായിട്ട് ഡീല് ഉറപ്പിക്കുക. പിന്നെ ഒരു കാര്യം മറക്കണ്ട, നിങ്ങൾ ഈ ഹൗസ് ബോട്ട് യാത്ര ബുക്ക് ചെയ്യുമ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൽ നിന്ന് നമ്പർ എടുത്തിട്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഡിസ്കൗണ്ട് അവർ വേറെ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അതാണ് നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട ഏക സപ്പോർട്ട്. കായലിൻ്റെ നടുഭാഗത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോട്ട് ഓടിക്കാനുള്ള സൗകര്യമൊക്കെ സ്രാങ്ക് അനുവദിക്കും. ഒരുപാട് വലിയ ഏരിയയിലായ കാരണം റിസ്ക് കുറവാണ്. നമ്മൾ എങ്ങോട്ട് തിരിച്ചാലും വേറെ എവിടെയും പോയി മുട്ടുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ ധൈര്യമായിട്ടാണ് നമുക്ക് ഈ സ്റ്റിയറിങ് കൈമാറുന്നത്.
നിങ്ങളപ്പോൾ ഈ ഹൗസ് ബോട്ടിൽ യാത്രയ്ക്ക് വരുമ്പോൾ എന്ത് വന്നാലും ഒന്ന് ഈ ബോട്ടൊക്കെ ഒന്ന് ഓടിച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു അനുഭവം തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഏതാണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ തിരിച്ച് എത്താറായിട്ടുണ്ട്. അതായത് പുന്നമടയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആ ടെർമിനലിലേക്ക് തന്നെയാണ് ഇപ്പോൾ തിരിച്ച് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടിപൊളി ഒരു യാത്രയായിരുന്നു നമ്മുടെ ബോട്ട് യാത്ര. അതൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഇറങ്ങുകയാണ് ഇനി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായല്ലോ അല്ലേ? അപ്പോൾ ഇനി വീണ്ടും പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.